വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അശ്വിൻ കുമാർ. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങാൻ പോവാണ്. ഈവനിങ് ഔട്ടിംഗ് എന്ന് പറയാം. കൂടെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. കുറച്ച് പെരിയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ചേട്ടൻ്റെ ടീഷർട്ട് കൊണ്ടുപോയത്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ക്ലോത്ത്സ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എനിക്ക് ചേട്ടൻ്റെ ടീഷർട്ട്സ് ഉണ്ട്. പാൻസും ഷോർട്ട്സും മാത്രം കൊണ്ടുവന്നാൽ മതി. സൺസെറ്റ് ഇല്ല, വെയിലില്ല, ഒരു മഴക്കാറ് പോലത്തെ ലുക്കാണ്. പക്ഷെ നല്ല ക്ലിയർ സ്കൈ ആണ് കേട്ടോ. നമുക്ക് ഇറങ്ങാം അല്ലേ. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ലൈക്ക്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ആൻഡ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഷെയർ ചെയ്യും. സോ നമ്മളിപ്പോൾ സിറ്റിയിലോട്ട് പോവാണ്. ദൂരെ നിന്ന് നമുക്ക് സിറ്റി കാണാൻ പറ്റും. പക്ഷെ ഒരു സിറ്റിയിലോട്ട് പോകണമെങ്കിൽ അറൗണ്ട് 25 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന്. സോ അതുപോലെ തന്നെ ടൈമിങ് അറൗണ്ട് 25 to 30 മിനിറ്റ്സ് എടുക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ ട്രാഫിക്. ദൂരെ നിന്ന് ഈ ഒരു സൺസെറ്റ് ടൈമിങ്ങിൽ സിറ്റി വ്യൂ കാണാൻ നല്ല രസമാണ്. ഒരു മൂവി പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലക്ഷറി വില്ലാസാണ്. അത് ശരിക്കും പോഷാണ്. പുറമേ നമുക്ക് കാണാൻ പറ്റില്ല. ബേസിക്കലി അത്രയും ലക്ഷറീസ് നമുക്ക് അറിയില്ല. സോ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുന്നത് എത്രത്തോളം ലക്ഷറീസ് ആണ്. ഒരു പ്രൈവറ്റ് ഗാർഡൻ ഉണ്ടാവും, ചിലപ്പോൾ പ്രൈവറ്റ് പൂൾ ഉണ്ടാവും. ആൻഡ് ഈ കാണുന്നതാണ് പൈനാപ്പിൾ ബിൽഡിംഗ്. ഇതിന് ശരിക്കും വേറൊരു പേരുണ്ട്. പക്ഷേ സാധാരണ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ ഒരു പൈനാപ്പിൾ ലുക്കില്ല. അതുകൊണ്ട് പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന പേരിങ്ങനെ കൊടുത്തിരിക്കുകയാണ്, ജസ്റ്റ് ഒരു സിമ്പിൾ പോലെ. സോ ഈ കാണുന്ന ഡിസൈൻ ഉണ്ട്, ഈ ഒരു പാറ്റേൺ ശരിക്കും ഭയങ്കര യുണീക്കാണ്. കാരണം ഒരു ഭാഗത്ത് വെയിലടിക്കാമെന്ന് വിചാരിച്ചു, ഇതിങ്ങനെ കുട പോലെ വിരിഞ്ഞു വരും. ഇപ്പം ഇങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്, കാരണം വെയിൽ ഒട്ടുമില്ല. അതുകൊണ്ട് അത്രയും ലൈറ്റ് ഉള്ളോട്ട് കയറാൻ വേണ്ടിയാണ്. നിങ്ങളിത് വന്ന് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡേ ലൈറ്റ്, സപ്പോസ് ഡേ ടൈം വരുവാണെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ആ വെയിലടിക്കുന്ന ഭാഗം മാത്രം ഇങ്ങനെ ഓപ്പണായിട്ടിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടുത്ത തവണ വരുമ്പോൾ. മലേഷ്യയിലുള്ള ഒരു സിമിലർ ഷേപ്പുള്ള ബിൽഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. പെട്രോണാസ് ബിൽഡിംഗ്, മലേഷ്യയുടെ. അതൊരു ചെറിയ കോപ്പി പോലെ തോന്നുന്നു, ഓൾമോസ്റ്റ് സിമിലർ. പിന്നെ മെറീന ബേ സാൻഡ്സിൻ്റെ, സിംഗപ്പൂരിലുള്ള മെറീന ബേ സാൻഡ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്, സിമിലർ ഷേപ്പ്. ബിൽഡിംഗ് ഉണ്ട് ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്ന പോലത്തെ ലുക്കിൽ. പക്ഷെ അതിനെ കാണാനും ഒരു ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ സിറ്റിയിലൊരു ഓപ്റ്റിക്കൽ സ്റ്റോറിൽ വന്നിരിക്കുക. അമ്മയ്ക്ക് നല്ല ഫ്രെയിംസ് വേണമെന്ന് പറഞ്ഞു. സോ അത് നോക്കാൻ വന്നിരിക്കുക. കൂടെ ഞാനും കൂടി നോക്കാൻ വന്നിരിക്കുകയാണ്. എനിക്കും ഒരു ചേഞ്ചിന് വേണ്ടി നല്ലൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഓപ്റ്റിക്കൽ സ്റ്റോറിൽ വന്നിട്ട് നല്ല 2 ഫ്രെയിംസ് മേടിച്ചു. പിന്നെ നാട്ടിൽ പോയിട്ട് ലെൻസ് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വെച്ചിട്ട് പോകാൻ ടൈമില്ല. സോ അങ്ങനെ നാട്ടിൽ പോയിട്ട് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇറങ്ങി വരുന്നു. ഇപ്പം ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നമുക്ക് അവിടുത്തെ നല്ല ചായ കുടിക്കാമെന്ന്. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതേ മഴ പൊടിയാൻ തുടങ്ങി. ഷോപ്പിന് പുറത്തിറങ്ങിയപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു മഴക്കാലം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ തന്നെ. ചോറിന്നാണ് നമ്മളതേ ചായയും കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്തു. ചായ നമ്മൾ ഇത്തവണ കുറച്ച് ഷുഗർ മാത്രം ഇടാൻ പറഞ്ഞു. നോക്കാം. ഈ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഫ്രെയിംസൊക്കെ മേടിച്ചത്. കട്ടക് ചായ്, നോർത്ത് ഇന്ത്യൻ നല്ല ഫേമസ് ക്വിസീൻസൊക്കെ, സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡ് ഇവിടെ കിട്ടും കേട്ടോ. ഇരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈവനിങ്സ് ഈ ഒരു ടൈമിങ്, എസ്പെഷ്യലി നമ്മളിപ്പോൾ വന്നേക്കുന്ന ഫെബ്രുവരി മാർച്ച് ടൈമിംഗ് ആണ്. അതുകൊണ്ട് നല്ല പ്ലസൻറ്റ് ബ്രീസാണ്. നോർത്ത് ഇന്ത്യൻ ചാറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ്സ് പ്ലേസ് ആണ്. പലതരം സ്വീറ്റ്സ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്. അയ്യോ, കാണുമ്പോൾ തന്നെ നല്ല ചൂടോടെ ഇരിക്കുകയാണ്. ഗാജർക്ക് ഹൽവ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ആണ്. ലൈക്ക് ഒരു ഹോംലി പ്രിപ്പയർ, നമ്മൾ ഹോംലി ടൈപ്പ് പോലെ ഒരു ഹൽവ പ്രിപ്പയർ ചെയ്യില്ലേ, അപ്പം ആ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ഒത്തൻറ്റിക് ടേസ്റ്റാണ്. മേടിക്കാൻ പ്ലാനില്ല, കാരണം നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ നോക്കാം ഷുഗറൊക്കെ. ഇനി ലാസ്റ്റ് വീക്കാണ്. ലസ്സി കുടിക്കണം. എങ്ങനെയുണ്ടമ്മ? കുഴപ്പമില്ല. ചാട്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് തൈരിൽ കുളിച്ചിരിക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് മമ്മ ടേസ്റ്റ്?
മസാലയിൽ കുളിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ സമൂസ ഒക്കെ കഴിച്ചു. ഇപ്പോൾ ഒരു മോളിൽ പോകാൻ പോയി, ഇവിടെ അടുത്തുള്ള മോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നടക്കാം. 700 meters. ഇതാണ് മോള്. നോക്കാം. ഞാൻ വിചാരിച്ചു മോസ്ക് കാണുന്നേ. ചേട്ടൻ പറയുന്നത് പഴയ മോളാണ്, നമുക്ക് കയറി ചെന്ന് നോക്കാം. നമ്മൾ കയറുവാണ് മോളുടെ അടുത്ത്. നമ്മൾ ഈ മോളിൻ്റെ സൈഡ് എൻട്രൻസ് കൂടിയാണ് കയറിയത്. അപ്പോൾ നമുക്ക് കയറിയപ്പോൾ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്തൊക്കെ സ്റ്റോർസാണ് ഉള്ളത്. കാരണം എല്ലാം ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കയറിയപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ജ്വല്ലറി സ്റ്റോർസാണ്. അതും അതൊക്കെയായിരുന്നു ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് സ്റ്റോർസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതും ഒക്കെ ഓപ്പണാണ്, ചിലതൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എസെൻഷ്യൽസ്, പെർഫ്യൂം സ്റ്റോറൊക്കെ ഉണ്ട്. ഇതൊരു പെർഫ്യൂം ചെറിയൊരു സ്റ്റോറാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 10 ml 20 ml ബോട്ടിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. 10 ml 20 ml പെർഫ്യൂംസ് എടുത്തു. മലബാറിൽ കയറിയിരിക്കുകയാണ് നിന്ന് നോക്കാൻ വേണ്ടി. ഒരു മിനി ഗോൾഡ് സൂക്ക് മോൾ പോലെയാണ്. കുറേ ഇപ്പോഴും തുറന്നിരിക്കുക. ഐ തിങ്ക് ചില വൺ സൈഡ് മാത്രം സ്റ്റോഴ്സ് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വേറെ ഷോപ്പിംഗ് സെൻറ്റർ പോലെ ഉണ്ട്. Like there are shoes, accessories, clothing, and I'll show you. മെറ്റീരിയൽസും ക്ലോത്തിങ് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റേറ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കാണുന്നില്ലായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മോളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നോക്കാനും നേരമില്ല, കാരണം ഒരു ക്ലോസിങ് ടൈമും ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വേണ്ടി തന്നെ ഈ മോൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ വേണ്ടി വരും, അത്രയ്ക്കുണ്ട്. പിന്നെ ഞാൻ ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ബ്രേസ്ലെറ്റൊക്കെ ഷോപ്പ് ചെയ്തു. എനിക്ക് കണ്ടിട്ട് ഒരു ഈവിൾ ഐ ഇല്ലേ, അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ്. പിന്നെ ഇതൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിന് നല്ലൊരു സെൻറ്റുള്ള മോയ്സ്ചറൈസറാണ്. അപ്പം നമ്മൾ ഇതും മേടിച്ചു. കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് മേടിച്ചായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഒരു എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ നമുക്ക് ചിലപ്പോൾ ഈ ഫ്ലേവേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് മോസ്റ്റ്ലി ഇവിടുത്തെ ആൾക്കാരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ വീട്ടിലുള്ള കുറച്ച് എസെൻഷ്യൽസ് മേടിച്ചു, ലൈക്ക് തിങ്സ് വി നീഡ് വയൽ കുക്കിംഗ് ആൻഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് KM ട്രേഡിംഗ് ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്നാണ് മേടിച്ചത്. ആൻഡ് അത്യാവശ്യം നല്ല പ്രൈസിങ് ഉണ്ട്. ഐ തിങ്ക് ഇത് പ്രൈസിങ് ഇസ് ഓക്കെ. ഇപ്പോൾ കഴിക്കുമ്പോൾ ഓൾറെഡി 10-20 ആയി. പിന്നെ ലുലുന്ന് കുറച്ച് ഗ്രോസറീസും കൂടി മേടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അമ്മയ്ക്ക് നാളെ ബിരിയാണി ഉണ്ടാക്കണം, അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കണം. നമ്മളിപ്പോൾ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 10:30 എന്ത് കഴിക്കാൻ ഈ സമയത്ത് നോക്കാം. ഐറ്റം വന്നിരിക്കുകയാണ്. നമ്മളൊരു സ്റ്റാർട്ടറും പിന്നെ ഒരു കറിയും പൊറോട്ടാസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. വി തോട്ട് ഓഫ് കീപ്പിംഗ് ഇറ്റ് ലൈറ്റ്. ഞങ്ങൾ ഇവിടുത്തെ കാലിക്കറ്റ് നോട്ട്ബുക്ക് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ കാലിക്കറ്റ് നോട്ട്ബുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫ്ലേവേഴ്സ് എനിക്ക് നാട്ടിലെക്കാളും അധികം ഇഷ്ടപ്പെട്ടു. സോ ദിസ് ഈസ് ലൈക്ക് ആൻഡ് ദ പ്രൈസസ് ആർ ഓൾസോ ലൈക്ക് വെരി ഗുഡ്, ലൈക്ക് അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ യു ഓൾ ഷുഡ് കം ആൻഡ് ട്രൈ ഹിയർ. എല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. ഫുഡെല്ലാം കഴിച്ചു. സമയം 11:10. And thank you all for watching my vlog. We'll catch you up in the next. Bye bye. Love you. Grand Mosque. Blue light off.